മുഴക്കമുയർത്തി ബിജെപിയുടെ സന്ദേശ പദയാത്ര. ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നയിക്കുന്ന വികസിത പദയാത്ര തിരുവനന്തപുരം പൂജപ്പുര ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച് കാലടിയിൽ സമാപിച്ചു. മിസോറാം മുൻ ഗവർണർ കുമ്മനം രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു. കാലടിയിൽ പൊതുസമ്മേളനം ആരംഭിക്കുന്നു. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. വീണയുണ്ട് തത്സമയ വിവരങ്ങളുമായി. വീണ പറയും. ഒരു തിരുത്തുണ്ട്. പദയാത്ര ഇപ്പോൾ പുരോഗമിക്കുകയാണ്. അല്പസമയങ്ങൾക്ക് മുമ്പ് പദയാത്ര കാലടി ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പ് കരമന ഒരു ഭാഗത്ത് ഏതാനും നിമിഷങ്ങൾക്ക് നിർത്തിവെക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനുള്ള കാരണം പദയാത്രയെ വലിയ തരത്തിൽ സ്വീകരിക്കുവാൻ പൊതുജനങ്ങളടക്കം അതുപോലെ തന്നെ നേതാക്കളടക്കം ഒത്തുകൂടിയ സാഹചര്യമായിരുന്നു. ഇപ്പോൾ പദയാത്ര വീണ്ടും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 10-15 മിനിറ്റോളം അവിടെ അദ്ദേഹം സംസ്ഥാന അധ്യക്ഷനടക്കം സമയം ചിലവഴിച്ച ഒരു സാഹചര്യമുണ്ടായി. നിരവധി പേരായിരുന്നു ആ ഒരു സ്വീകരണം കാത്തു നിൽക്കാനായി എത്തിയത്. ഇപ്പോൾ പദയാത്ര പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഈ ഒരു പദയാത്ര തലസ്ഥാനവാസികളടക്കം ഈ സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിലുള്ള ഒരു പദയാത്രയെ കാണുന്നതെന്നുള്ളതാണ്. പദയാത്ര ഇപ്പോൾ കാലടിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കാലടി എത്താറാവുന്നതിന് തൊട്ട് മുമ്പാണ് ഇത്തരത്തിൽ പൊതുജനങ്ങളുടെ നേതൃത്വത്തിനൊപ്പം തന്നെ അണികളുടെ നേതൃത്വത്തിലും ഒരു സ്വീകരണം നൽകിയത്. അദ്ദേഹം അവിടെ വെച്ച് പൊതുജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയുണ്ടായി. മാറാത്തത് ഇതിന് മാറും, ഇനി വികസനത്തിനായിരിക്കും തിരുവനന്തപുരം നഗരം സാക്ഷ്യം വഹിക്കുക എന്നുള്ളതാണ്. കുടിവെള്ള പ്രശ്നം അടക്കം തലസ്ഥാന നഗരത്തിലുണ്ട്. ഒപ്പം തന്നെ മാലിന്യ സംസ്കരണത്തിലടക്കം നഗരസഭ പരാജയപ്പെടുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മാലിന്യ കൂമ്പാരം തെരുവോരങ്ങളിലടക്കം നഗരവീഥികളിലടക്കം പലയിടങ്ങളിലും മാലിന്യങ്ങൾ കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. തെരുവുനായ ആക്രമണം, അതായത് ഗ്രാമനഗര വ്യത്യാസമില്ലാതെ ഇത്തരത്തിലുള്ള തെരുവുനായ ആക്രമണം വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കുട്ടികളെ അടക്കം തെരുവുനായ ആക്രമണത്തിന് ഇരയാകുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ ഭവന പദ്ധതികൾ, പലതരത്തിലുള്ള പദ്ധതികൾ കൃത്യമായി നടപ്പാക്കാത്ത ഒരു സാഹചര്യങ്ങൾ കൂടി നിലനിൽക്കുന്നുണ്ട്. അടിസ്ഥാന വർഗത്തിലേക്ക് വികസനം എത്താത്തൊരു സാഹചര്യം കൂടിയുണ്ട്. തിരുവനന്തപുരം ഏറ്റവും കേരളത്തിലെ തന്നെ പ്രധാനപ്പെട്ട ജില്ലകളിലൊന്നാണ്. ഗ്രാമ നഗര മുനിസിപ്പാലിറ്റി വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും അവിടെയൊക്കെ ഒരുപോലെ തന്നെ പൊതുജനങ്ങൾക്ക് വികസനം എത്തേണ്ടതുണ്ട്. എന്നാൽ ഇത്തരം ഇടങ്ങളിലൊക്കെ വികസനം എത്താത്തൊരു സാഹചര്യമുണ്ട്. പിണറായി സർക്കാരിന്റെ ഭരണത്തിലടക്കം, അതായത് 9.5 വർഷത്തിലടക്കം പലതരത്തിലുള്ള 9.5 വർഷത്തിലടക്കം ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള വിഷയങ്ങൾ നിലനിൽക്കുമ്പോൾ പോലും കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ നടപ്പാക്കുമ്പോൾ പോലും അത് കൃത്യമായിട്ട് പാലിക്കാത്തൊരു സാഹചര്യം കൂടിയുണ്ട്. രാഹി, ഇപ്പോൾ നമുക്ക് സംസ്ഥാന അധ്യക്ഷനോട് ഒന്നുകൂടി സംസാരിക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നുകൂടി പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഈ യാത്ര അണിനിരക്കുന്ന സംസ്ഥാനത്ത് നിരവധി നേതാക്കളടക്കമുണ്ട്. ഇപ്പോൾ നമുക്ക് കരമന ജയനോട് തന്നെ ചോദിക്കാം. യാത്ര കടന്നു പോകുന്ന വഴികളിലൊക്കെ ആളുകൾ കാത്തു നിൽക്കുകയാണ്. അല്പസമയങ്ങൾക്ക് മുമ്പ് സ്വീകരണമടക്കം കിട്ടി. അവിടെ വെച്ച് അദ്ദേഹം സംസാരിക്കുകയും ഉണ്ടായി. ജനങ്ങൾ ഹൃദയപൂർവ്വം സ്വീകരിക്കുകയാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖരനെ. കാരണം കഴിഞ്ഞ 8-9 മാസക്കാലമായി കേരളത്തിന്റെ ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർക്ക് ഇവിടെ ജനങ്ങൾ സ്വാഗതമരുളുകയാണ്. അനന്തപുരിയിലെ മാറ്റം, വികസിത അനന്തപുരി ആ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്നത്. എല്ലാം പൈതൃക സംസ്കാരമായിട്ടുള്ള ഈ നഗരത്തിനെ രക്ഷിക്കുവാൻ, LDFന്റെ ഭരണസമിതിയിൽ നിന്ന് രക്ഷിക്കുവാൻ ജനങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. വരുന്ന തെരഞ്ഞെടുപ്പിൽ അനന്തപുരിയിൽ മാറ്റമുണ്ടാകും. ബിജെപിയുടെ നേതൃത്വത്തിലുള്ള NDA അധികാരത്തിൽ വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതായത് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളടക്കം സംസ്ഥാനത്ത് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഒരു യാത്രയെ പൊതുജനം വലിയ തരത്തിൽ പ്രതീക്ഷയോട് കാണുന്നുണ്ടെന്നാണ് കരമന ജയനടക്കമുള്ള സംസ്ഥാന നേതാക്കൾ അടക്കം വ്യക്തമാക്കുന്നത്. ഇപ്പോൾ യാത്ര പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാലടി അല്പസമയങ്ങൾക്കകം എത്തും. കടന്നു പോകുന്ന വഴികളിലൊക്കെ ജനങ്ങൾ കാത്തു നിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ജനങ്ങൾ ഈ ഒരു യാത്രയെ കാണുന്നത്. ഈ വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പ് വലിയ തരത്തിൽ മാറ്റമുണ്ടാക്കുമെന്ന പ്രതീക്ഷ തന്നെയാണ്. അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ തന്നെയാണ് പൊതുജനങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്. യാത്ര കടന്നു പോകുന്ന വഴികളിൽ ഇതാ സ്വീകരിക്കുന്നവരെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ യാത്ര കടന്നു വന്ന പല വഴികളിലും സ്വീകരിക്കുന്ന സാധാരണക്കാരെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മാറ്റം ആഗ്രഹിക്കുകയാണ് തിരുവനന്തപുരത്തെ ജനത. തിരുവനന്തപുരം കോർപ്പറേഷൻ അടക്കം മാറ്റം വേണം. അതുപോലെ തന്നെ അനന്തപുരി ഇനി മാറണം, മാറാത്തതിനി മാറണം എന്നുള്ള ബിജെപിയുടെ പ്രഖ്യാപനത്തിന് വലിയ തരത്തിലുള്ള സ്വീകരണം തന്നെയാണ് തലസ്ഥാനത്ത് പലയിടങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വിവിധ ഇടങ്ങളിൽ യാത്ര കടന്നു പോകുന്ന വിവിധ ഇടങ്ങളിൽ അദ്ദേഹത്തെ കാത്തു നിൽക്കുന്നവരെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ അദ്ദേഹം സ്വീകരണം ഏറ്റുവാങ്ങിയതിനു ശേഷം
യാത്ര തുടരുകയാണ്. നഗരമധ്യത്തിലും ഒപ്പം തന്നെ യാത്ര കടന്നു പോകുന്ന 1 മണിക്കൂറോളം ആകുന്നു രാഖി ഈ പദയാത്ര ആരംഭിച്ചിട്ട്. ഈ സന്ദേശ പദയാത്രയ്ക്ക് വലിയ തരത്തിലുള്ള സ്വീകരണമാണ്. പദയാത്ര വലിയ വിജയമായി മാറുന്നു എന്നതിന്റെ തെളിവ് തന്നെയാണ് ഇത്തരത്തിലുള്ള സ്വീകരണങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാഖി, ബിജെപിയുടെ വികസിത അനന്തപുരി സന്ദേശ പദയാത്രയുടെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പൂജപ്പുരയിൽ നിന്ന് ആരംഭിച്ച പദയാത്ര ഇപ്പോഴും തുടരുകയാണ് എന്നുള്ളതാണ് വീണ റിപ്പോർട്ട് ചെയ്തത്. പദയാത്രയ്ക്കൊപ്പം വീണ ഉണ്ട്. ഇനി തിരുവനന്തപുരം കോർപ്പറേഷനിൽ സ്ഥാനമില്ലെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുവാൻ പാവപ്പെട്ട പട്ടികജാതിക്കാർക്ക് ലഭിക്കേണ്ട വികസിത അനന്തപുരി സന്ദേശം ഉയർത്തിയാണ് ബിജെപിയുടെ സന്ദേശ പദയാത്ര. ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ് യാത്ര നയിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, വലിയ ജനപങ്കാളിത്തമുണ്ട്. ഒപ്പം തന്നെ ജനങ്ങളുടെ സ്വീകരണം ഏറ്റുവാങ്ങിയാണ് പദയാത്ര പുരോഗമിക്കുന്നത് എന്നുള്ളതാണ്. തിരുവനന്തപുരം പൂജപ്പുര ജംഗ്ഷനിൽ നിന്നാണ് പദയാത്ര ആരംഭിച്ചത്. ഇപ്പോൾ യാത്ര തുടരുകയാണ്. മിസോറാം മുൻ ഗവർണർ കുമ്മനം രാജശേഖരനാണ് ഉദ്ഘാടനം ചെയ്തത്. കാലടിയിൽ പൊതുസമ്മേളനം നടക്കുന്നുണ്ട്. വീണയിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. വീണ, ഇപ്പോൾ യാത്ര തുടരുകയാണ്. എവിടെയാണ് യാത്ര എത്തി നിൽക്കുന്നത്? രാജീവ് ചന്ദ്രശേഖർ നയിക്കുന്ന പദയാത്ര ഈ വാഹനത്തിന് പിന്നാലെ കടന്നു വരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടപ്പിലാക്കുന്ന വികസന പദ്ധതി യാത്ര ഇപ്പോൾ പുരോഗമിക്കുകയാണ്. അരമന കഴിഞ്ഞിരിക്കുകയാണ്. ഓരോ വഴിയിടങ്ങളിലും കാത്തു നിൽക്കുന്നുണ്ട് ആൾക്കാർ. ആ ജനതയെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വീടുകളിൽ നിന്ന് പുറത്തിറങ്ങി അദ്ദേഹത്തിന് ഹസ്തദാനം നൽകുന്ന മനുഷ്യരെ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ ഈ പദയാത്ര കടന്നു വരുന്നു എന്ന് മനസ്സിലാക്കിയ ജനങ്ങൾ വലിയ തരത്തിൽ കാത്തു നിൽക്കുകയാണ്. 5 മണിക്ക് ആരംഭിച്ച യാത്രയാണ്. 4 കിലോമീറ്ററേ നമ്മൾ നോക്കുമ്പോൾ ഉള്ളൂ. എങ്കിൽ പോലും ആ 4 കിലോമീറ്റർ എടുക്കുവാൻ മണിക്കൂറുകൾ എടുക്കുന്നു എന്നുള്ളതാണ്. ആ പദയാത്രയുടെ വിജയം തന്നെയാണ് ഇത്തരത്തിലുള്ള കാരണം. അല്പസമയങ്ങൾക്ക് തന്നെ കാലടിയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള പൊതുസമ്മേളനവും നടക്കും. ചിലയിടങ്ങളിൽ അദ്ദേഹം പൊതുജനങ്ങളുമായി, അദ്ദേഹത്തെ സ്വീകരിക്കാൻ നിൽക്കുന്ന ജനങ്ങളുമായി സംസാരിക്കുന്നുണ്ട്. അവർക്ക് ഹസ്തദാനം നൽകുന്നുണ്ട്. അവരെ ആശ്ലേഷിക്കുന്നുണ്ട്. ഈ വരവ് സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിലുള്ള ബിജെപിയുടെ ഈ വരവ് വലിയ പ്രതീക്ഷയാണ് ജനങ്ങൾക്ക് നൽകുന്നത്. അടിസ്ഥാന വർഗത്തിന് ഇപ്പോഴും തിരുവനന്തപുരത്തെ അടക്കം അടിസ്ഥാന വർഗത്തിന് വികസനം ലഭിക്കാത്ത പലയിടങ്ങളുണ്ട്. കുടിവെള്ളമില്ല, അതുപോലെ തന്നെ തൊഴിലില്ലായ്മ, അതുപോലെ തന്നെ മാലിന്യ കുമ്പാരമാകുന്ന വിഷയം, അതുപോലെ തെരുവുനായ ആക്രമണം, ഭക്ഷ്യധാന്യ കിറ്റുകളിലൊക്കെ ഉണ്ടാകുന്ന റേഷനിലൊക്കെ അടക്കം വരുന്ന പലതരത്തിലുള്ള വിഷയങ്ങൾ, അതുപോലെ തന്നെ ക്ഷേമ പദ്ധതികളടക്കം സർക്കാർ, ഇടതുപക്ഷ സർക്കാർ പ്രഖ്യാപിക്കുമ്പോൾ പോലും ഈ ക്ഷേമ പെൻഷൻ അടക്കം മുടങ്ങുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പലതരത്തിലുള്ള ഇത്തരം പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ പോലും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് മുഖ്യമന്ത്രി അടക്കമുള്ളവർ അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനമൊക്കെ നടത്തിയത്. എന്നാൽ ഇപ്പോഴും ദാരിദ്ര്യത്തിൽ മുഴുകുന്ന, ദാരിദ്ര്യത്തിൽ കഴിയുന്ന ഒരുപാട് മനുഷ്യവിഭാഗം, ഒരുപാട് സാധാരണക്കാർ ഇപ്പോഴും കേരളത്തിലുണ്ട്. ഇപ്പോഴും തിരുവനന്തപുരത്തുണ്ട്. തിരുവനന്തപുരം നഗരമധ്യത്തിലൂടെ അടക്കം യാത്ര ചെയ്ത തെരുവോരങ്ങളിൽ അന്തി ഉറങ്ങുന്നവർ ഇപ്പോഴും ഉണ്ട്. അത്തരത്തിലുള്ള മനുഷ്യരൊക്കെ നിൽക്കുമ്പോൾ സർക്കാർ നടത്തുന്ന ഇത്തരം പ്രഖ്യാപനങ്ങൾ സർക്കാരിന്റെ കപടമുഖത്തെ അടക്കം ബിജെപി തുറന്നു കാട്ടുകയാണ്. ഒപ്പം തന്നെ ജനങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്നുള്ളൊരു ഉറപ്പ് കൂടിയാണ് ഈ ഒരു ഘട്ടത്തിൽ നൽകുന്നത്. തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രമാണ് സർക്കാരും മുഖ്യമന്ത്രിയും ഒക്കെ പാവപ്പെട്ട ജനങ്ങളെ കുറിച്ച് ഓർക്കുന്നത്. അത്തരത്തിലുള്ള ഓർമ്മപ്പെടുത്തലുകൾ അത്തരത്തിൽ ഓർക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയൊരു തെളിവ് കൂടിയാണ് പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങിപ്പോകുന്നത്. കഴിഞ്ഞ ഇലക്ഷന് മുമ്പ് നടക്കം പ്രഖ്യാപിച്ച പല പ്രകടന പത്രികയിലടക്കം സൂചിപ്പിച്ച ഇടതുപക്ഷ മാറാത്തത് ഇനി മാറും. അത് തന്നെയാണ് ഈ യാത്രയുടെ ലക്ഷ്യം. വികസിത അനന്തപുരി എന്ന സന്ദേശം ഉയർത്തിയാണ് ബിജെപിയുടെ സന്ദേശ പദയാത്ര പുരോഗമിക്കുന്നത്. ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നയിക്കുന്ന വികസിത പദയാത്ര തിരുവനന്തപുരത്ത് പുരോഗമിക്കുകയാണ്. പൂജപ്പുര ജംഗ്ഷനിൽ നിന്നായിരുന്നു യാത്ര ആരംഭിച്ചത്. ഇപ്പോൾ കരമന കഴിഞ്ഞിരിക്കുന്നുവെന്നാണ് വീണ നമുക്ക് വേണ്ടി റിപ്പോർട്ട് ചെയ്തത്. മിസോറാം മുൻ ഗവർണർ കുമ്മനം രാജശേഖരനാണ് പദയാത്ര ഉദ്ഘാടനം ചെയ്തത്. ഇനി കാലടിയിൽ പൊതുസമ്മേളനം